എൻ്റെ മകളെ കാണാതായിട്ട് മണിക്കൂറുകൾ കഴിഞ്ഞു. ഇപ്പോഴും എൻ്റെ മകൾക്ക് എന്ത് സംഭവിച്ചെന്ന് പോലും. കൂൾ ഡൗൺ മിസ്റ്റർ, ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. സാർ, എൻ്റെ ചേച്ചി. ഇത് പെൺകുട്ടിയുടെ അനുജനാണോ? അതെ, സ്റ്റെലിൻ. ഇവരെത്ര മക്കളാ? 3 പേരാ. ഇവനാ മൂത്ത് സ്റ്റെൻസൺ, ബാംഗ്ലൂരിൽ പഠിക്കുക. 2 ദിവസം മുമ്പ് വന്നേ ഉള്ളൂ. അവള് രണ്ടാമത്തേതാ ഷെറിൻ. ഷെറിൻ ഇന്ന് കോളേജിൽ പോയപ്പോ എത്ര മണിയെ കാണും? 9 മണിക്കാ സ്ഥിരമായി പോകാറുള്ളത്. ഇന്നും 9 മണിക്ക് അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിരുന്നോ? അറിയില്ല സാർ. വൈ? ഞാനും ഭാര്യയും 8 മണിക്ക് ഓഫീസിൽ പോകും. 8:15 ഇവൻ്റെ സ്കൂൾ ബസ് വരും. അതുകൊണ്ട് ഞങ്ങളാരും അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പൊ സ്റ്റെൻസനോ? ഞാനും ഇല്ലായിരുന്നു സാർ. എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ട്സും ബാംഗ്ലൂരിൽ നിന്ന് വന്നിരുന്നു. 8:45 അവരെ കൊണ്ടാക്കാൻ ഞാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി. അതിന് ആ സമയത്ത് ബാംഗ്ലൂരിലേക്ക് ട്രെയിൻ ഉണ്ടോ? ഇല്ല, അവർ കുറച്ച് പർച്ചേസും മറ്റുണ്ടെന്ന് പറഞ്ഞിരുന്നു. പർച്ചേസും കഴിഞ്ഞ് സിനിമയ്ക്ക് കയറിയ ട്രെയിനിന്റെ സമയമാകുമ്പോഴേക്കും റെയിൽവേ സ്റ്റേഷനിൽ എത്താമെന്ന് ഞങ്ങൾ ഇന്നലെ തന്നെ പ്ലാൻ ചെയ്തതാ. ഇപ്പോഴവരെവിടെ ഉണ്ട്? അവരെ മാറ്റിനെ കയറ്റിയിട്ടാ ഞാൻ വീട്ടിലേക്ക് വന്നത്. ഷെറിന് ആരുമായിട്ടെങ്കിലും അഫയർ ഉണ്ടായിരുന്നോ? എൻ്റെ അറിവിലില്ല. എന്നാൽ അങ്ങനെ ഒരുത്തനുണ്ട്. ഷെറിന്റെ ഫ്രണ്ട്സിനെ ചോദ്യം ചെയ്തപ്പോ അറിയാൻ കഴിഞ്ഞതാ. ഇന്നവരുടെ കോളേജിൽ സെന്റ് ഓഫ് ആയിരുന്നില്ലേ? സെന്റ് ഓഫിന് അവനും കോളേജിൽ എത്തിയിട്ടില്ല. സാർ പറഞ്ഞു വരുന്നത്? ആ വഴിക്കും ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. നിങ്ങൾ ധൈര്യമായി പോകൂ, നമുക്ക് കണ്ടുപിടിക്കാം. സ്റ്റെലിനിങ് വന്നേ. എന്തായി? നമ്മുടെ മോളെ പറ്റി എന്തെങ്കിലും വിവരം കിട്ടിയോ? പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കല്ലേ, നീ സമാധാനപ്പെട്. ഈശ്വര, എന്റെ മോള്. എല്ലാ സ്റ്റേഷനിലേക്കും കുട്ടിയുടെ ഫോട്ടോ ഫാക്സ് ചെയ്തു. എല്ലാ ചെക്ക് പോസ്റ്റിലും ഹൈവേയിലും പരിശോധന തുടരട്ടെ. ഓക്കെ. സർ, മേ ഐ? ആ കുട്ടിക്ക് ഒരു അഫയർ ഉണ്ടെന്ന് പറഞ്ഞില്ലേ? ആളിവനാ. പേര് സിറിൽ തോമസ്. കുടമറ്റത്തിൽ തോമസിന്റെ മകനാ. BCAക്ക് പഠിക്കുന്നു. ഷെറിൻ എവിടെയാ സിറിലെ? എനിക്കറിയില്ല സാർ. ഈ സാറ് പറഞ്ഞപ്പോഴാ ഞാനും ഇതറിയണേ. ഇന്ന് കോളേജിൽ സെന്റ് ഓഫ് ആയിട്ടും സിറിൽ എത്തിയില്ലെന്നാണല്ലോ ഫ്രണ്ട്സ് പറഞ്ഞത്. ഞാനൊരു ഇന്റർവ്യൂവിന് വേണ്ടി എറണാകുളത്ത് പോയിരിക്കായിരുന്നു. ഏത് കമ്പനിയുടെ ഇന്റർവ്യൂ? ടെക്നോവേൾഡ്.
എറണാകുളത്ത് ഇവൻ ഇങ്ങനെ ഒരു ഇന്റർവ്യൂവിന് പങ്കെടുത്തിട്ടുണ്ടോന്നറിയാം. സാർ, സാർ എന്നെ വിശ്വസിക്കണം. സിറിൽ ഷെറിനുമായിട്ട് എങ്ങനെയാ? ഞങ്ങൾ +2 പഠിക്കുമ്പോൾ മുതൽ. ഷെറിനെ അവസാനമായിട്ട് എപ്പോഴാ കണ്ടത്? ഇന്നലെ. ഒരാഴ്ചയായി സ്റ്റഡി ലീവ് ആയതുകൊണ്ട് ഫോണിലൂടെ മാത്രമേ കോണ്ടാക്ട് ഉണ്ടായിരുന്നുള്ളൂ. ഇന്നലെ വൈകിട്ട് കാണാമെന്ന് പറഞ്ഞിരുന്നു. ഒഴിവു സമയങ്ങളിൽ ഞങ്ങളിവിടെ മണിക്കൂറുകളോളം ചെലവഴിക്കാറുണ്ട്. പക്ഷെ ഇന്നലെ. ഈശ്വര, ഞാൻ പോന്നു. അരമണിക്കൂറിനുള്ളിൽ എത്താന്ന് പറഞ്ഞ ഞാൻ പോകുന്നത്. ഇത് പലതവണ ആവർത്തിച്ചപ്പോൾ ഞാൻ പിന്നെ തടയാൻ നിന്നില്ല. സിറിൽ, ഒരു കാര്യം പറയാനുണ്ട്. എന്താ? അല്ലെങ്കിൽ വേണ്ട, പിന്നെ പറയാം. ഏയ് പറ, എന്താ കാര്യം? വൈകിട്ട് വിളിക്കുമ്പോ പറയാം. വൈകിട്ട് വിളിച്ചപ്പോ എന്താ കാര്യം എന്ന് പറഞ്ഞു? വൈകിട്ട് വീട്ടിൽ എല്ലാവരും ഉണ്ടെന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചിരുന്നു. അതുകൊണ്ട് വിളിക്കാൻ കഴിഞ്ഞില്ല. സിറിൽ പോയിക്കോ, എപ്പോ വിളിച്ചാലും വരണം. ശരി സാർ. സാർ, ഈ പെൺകുട്ടിയുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഇത്തിരി ഡിഫറെന്റാ. ഈ പെൺകുട്ടിയുടെ അച്ഛൻ ചെറുപ്പത്തിൽ മരിച്ചതാ. അയാൾ ഈ കുട്ടിയുടെ രണ്ടാനച്ഛനാ. അയാളുടെ ആദ്യ ഭാര്യ ഉപേക്ഷിച്ചിട്ടാ അയാൾ ഈ കുട്ടിയുടെ അമ്മയെ കല്യാണം കഴിച്ചെന്നും ഇല്ലെന്നും ഒക്കെ പറയുന്നുണ്ട്. ബാംഗ്ലൂർ പഠിക്കുന്നവൻ ഇയാളുടെ ആദ്യ ഭാര്യയിലെ മകനാ. താഴെയുള്ളവനാ ഇവരുടെ മകൻ. സിറിൽ പറഞ്ഞെല്ലാം സത്യമാണ്. ടെക്നോവേൾഡ് കമ്പനിയിൽ അയാൾ ഇന്റർവ്യൂവിന് പങ്കെടുത്തിട്ടുണ്ട്. സാർ, എല്ലാ ചെക്ക് പോസ്റ്റിനും ഹൈവേയിലും പരിശോധന നടക്കുന്നുണ്ട്. പക്ഷേ ഇതുവരെ ഒരു വിവരവും കിട്ടിയിട്ടില്ല സാർ.
അവരെ കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ മകൾ എവിടെയുണ്ടെന്ന് ഇവര് പറഞ്ഞു. ഇവര് സ്റ്റെന്നിന്റെ കൂട്ടുകാരല്ലേ? ഇവരോ? എവിടെ ഞങ്ങളുടെ മകൾ? പറഞ്ഞു കൊടുക്ക്, എല്ലാവരും അറിയട്ടെ. സാർ ഞങ്ങൾ പറഞ്ഞില്ല, ഞങ്ങൾക്ക് അറിയില്ല. പറയടാ, ഷെറിന് നിങ്ങൾ എന്താ ചെയ്തേ? നീ എന്തി പറയുന്നത്? ഞങ്ങൾ കാലത്തോർന്ന് പോയതല്ലേ. സ്റ്റെൻസൺ ഇവരെ എവിടെ കൊണ്ടുവിട്ടു എന്നാ പറഞ്ഞേ? സിനിമ തിയേറ്ററിൽ. സ്റ്റെൻ ഞങ്ങളുടെ കൂടെ വന്നിട്ടില്ല സാർ. അവിടെ കള്ളം പറയുന്നോടാ. സ്റ്റോപ്പ് യുവർ ഡ്രാമ. ഇവരാണ്. ഇവരാ. ഐ സേ സ്റ്റോപ്പ് യു. സാർ ഞാൻ തന്നെയാ. എന്റെ അമ്മയെ ഉപേക്ഷിച്ച് ഈ സ്ത്രീയെ കല്യാണം കഴിച്ചപ്പോ തുടങ്ങിയതാ എനിക്ക് ഇവരോടുള്ള ദേഷ്യം. ഇവനും കൂടി വന്നപ്പോ എല്ലാവരുടെയും ഞാൻ ഒറ്റപ്പെട്ടു. ഇവരോട് സൂചിച്ച് ജീവിക്കുമ്പോ ഞാൻ മാത്രം ബാംഗ്ലൂര് വേറൊരു ലോക. അവിടെ ഞാൻ ഏർപ്പെടാത്ത പ്രവൃത്തികളില്ല. ലഹരി കിട്ടുന്ന എന്തിനോടും എനിക്കൊരു ആവേശമായിരുന്നു. ഇന്നെന്താ നടന്നെന്ന് പറയടാ. അപ്പോ പോട്ടറളിയാ, നീ എന്നാ അങ്ങോട്ട്? ഞാൻ ഈ ആഴ്ച തന്നെ വരും. നീ ധൃതി പിടിച്ച് വരുമൊന്നും വേണ്ട. ഇവിടെ ഷെറിനൊക്കെ ഉണ്ടല്ലോ. ഓ, അത് പറഞ്ഞപ്പോഴാ ഷെറിൻ വല്ലാത്തൊരു ഐറ്റം തന്നെ അളിയാ. നീ എന്തിനാ അത്ര ചൂടാവണേ? നിന്റെ സ്വന്തം പെങ്ങളൊന്നല്ലോ. അല്ലെങ്കിൽ തന്നെ നമ്മൾ കളിക്കാത്ത കളികളുണ്ടളിയാ. ഇവൻ ഈ കുടുംബത്തിൽ ഒരു അംഗമായിട്ട് പോലും ആരും കണക്കാക്കിയിട്ടില്ല. പിന്നെ ആ പെങ്ങള്. ഓ, അത് പറഞ്ഞപ്പോഴാ ഇവൻ ഈ കുടുംബത്തിൽ ഒരു അംഗമായിട്ട് പോലും ആരും ചൂടാവണേ? നിന്റെ സ്വന്തം പെങ്ങളൊന്നല്ലോ. അല്ലെങ്കിൽ തന്നെ നമ്മൾ കളിക്കാത്ത കളികളുണ്ടളിയാ. ഇവൻ ഈ കുടുംബത്തിൽ ഒരു അംഗമായിട്ട് പോലും ആരും കണക്കാക്കി. പിന്നെ ആ പെങ്ങള് വല്ലാത്തൊരു ഐറ്റം തന്നെ അളിയാ. പേടിച്ചുപോയി. കൂട്ടുകാരൊക്കെ പോയോ ഏട്ടാ? മരിച്ചെന്ന് മനസ്സിലായിട്ടു ഞാനവിടെ. എടാ, നിന്റെ പെങ്ങളെ നീ എന്റെ മോളിപ്പ എവിടെയുണ്ട്? എവിടെയുണ്ടടാ എന്റെ മോള്? പറയടാ. സെപ്റ്റി ടാങ്കിൽ. എന്റെ ചേച്ചിയെ നീ
എന്റെ മോളുടെ ശവം കൂടി അവനിട്ട് കൊടുക്ക്. തിന്നട്ടെ, അതും കൂടി കൊണ്ടുപോയി തിന്നട്ടെ. സ്റ്റെൽനിങ് വന്നേ. ബാംഗ്ലൂരിലെ ചേട്ടന്റെ കൂട്ടുകാരൊക്കെ എങ്ങനെയാ? ചേട്ടനെ പോലെ തന്നെയാ, എന്നോടൊന്നും സംസാരിക്കാറില്ല. ചേട്ടനെ പോലെ എന്ന് പറഞ്ഞ അപ്പൊ ചേട്ടൻ എങ്ങനെയാ? ചേട്ടന് ഞങ്ങളോടൊക്കെ ഭയങ്കര ദേഷ്യ. ഞങ്ങളൊക്കെ എന്നും പിടിച്ച് തല്ലും. അത് സ്ഥിരമായപ്പോഴാ ചേട്ടനെ ബാംഗ്ലൂർ കൊണ്ടാക്കിയത്. സ്റ്റെൻസനെ പറ്റി കൂടുതൽ അറിയണമെങ്കിൽ അവന്റെ കൂട്ടുകാരെ ഞങ്ങൾക്ക് കിട്ടണമായിരുന്നു. സ്റ്റെൻസന്റെ കൂട്ടുകാർ ടൗണിൽ എവിടെയുണ്ടെങ്കിലും പോക്കണം. സാർ, ഹലോ സാർ, ഞാൻ സിറിലാണ്. ആ പറയൂ സിറിൽ. ഷെറിന്റെ ചേട്ടൻ വന്ന ദിവസം അവൾ എന്നോടൊരു കാര്യം പറഞ്ഞിരുന്നു. ചേട്ടന്റെ കൂട്ടുകാർ അവളോടെന്തോ മോശമായി പെരുമാറിയത്രേ. സാർ, അവരെ കിട്ടിയിട്ടുണ്ട്. സ്റ്റെൻസന്റെ കൂട്ടുകാരാ. രാത്രി 9 ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. സ്റ്റെൻസൺ പറഞ്ഞ പോലെ ഇവന്മാര് സിനിമയ്ക്കൊന്നും കയറിയിട്ടില്ല സാർ. സ്റ്റെൻസൺ പറഞ്ഞത് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നിങ്ങളെ സിനിമയ്ക്ക് കയറ്റിയിട്ടാ വന്നേന്നാണല്ലോ. ഞങ്ങളുടെ കൂടെ വന്നിട്ടില്ലല്ലോ സാർ. നിങ്ങൾ ഒരുമിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങിയെന്നാണല്ലോ സ്റ്റെൻസൺ പറഞ്ഞത്. സത്യമായിട്ട് സ്റ്റെന്നിനോട് വന്നിട്ടില്ല. പിന്നീടുള്ള ചോദ്യം ചെയ്യലിൽ കോളേജിൽ ഒരു പെൺകുട്ടിയെ റാഗ് ചെയ്തതിന് സസ്പെൻഷൻ കിട്ടിയാണ് ഇവർ നാട്ടിലെത്തിയതെന്ന് മനസ്സിലായി. ഷെറിന്റെ തിരോധാനത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരിലേക്കുള്ള ദൂരം കുറയുന്നതായി എനിക്ക് തോന്നുന്നു. പക്ഷേ ഇവിടെ വന്നപ്പോഴും സത്യം ഞങ്ങൾക്കറിയില്ലായിരുന്നു. വീടുമായി വലിയ ബന്ധമില്ലാത്ത സ്റ്റെൻസിന് പക്ഷേ ഈ കേസിൽ അമിത ഉത്കണ്ഠ ഉള്ളതായി തോന്നുന്നു. സത്യമറിയാൻ ഒരു ചൂണ്ടെറിഞ്ഞതാണ്. സ്റ്റോപ്പ് യുവർ ഡ്രാമ. ഒരു നാൾ നിന്നോട് യാത്ര പറയാതെ ഞാൻ മരിച്ചെന്നിരിക്കാം. പക്ഷേ നിന്നോട് നന്ദി പറയാൻ ഞാൻ ഒരിക്കലും മറക്കില്ല. കാരണം എന്റെ ജീവിതത്തിൽ ഞാൻ പ്രണയം എന്തെന്നറിയുന്നത് നിന്നിലൂടെയാണ്. സർ, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടി. പെൺകുട്ടി 1-ലേറെ തവണ പീഡനത്തിനിരയായിട്ടുണ്ട്. എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല സാർ. സഹോദരിയെ ബലാത്സംഗം ചെയ്ത് കൊന്ന് സെപ്റ്റി ടാങ്ക് ഇടുക എന്നൊക്കെ പറഞ്ഞാൽ ഇറ്റ്സ് ഹോറബിൾ അല്ലേ സാർ? നാട് വളരുകയല്ലേ റോയ്. ഇതിലും ഡിഫറന്റ് ആയ കേസുകൾ ഇനിയും നമുക്ക് നേരിടേണ്ടി വരും. കളിവീടിൻ മുറ്റത്തെ നൈർമല്യപ്പൂവേ നീ വിടരുവാനേറെ കൊതിച്ചിരുന്നു. ആ പൂമൊട്ടായി വിടരുന്ന നേരം ആരോ ചാരെ വന്നും വച്ചു. വിടരുവാനേറെ കൊതിച്ച നൈർമല്യപ്പൂ ചെറുതിലിട്ടു വീണുപോയി. ഒരു തെല്ലു നേരത്തെ അഴകായി മാറുവാൻ ആരോ ആ പൂവിനെ ഇല്ലാതാക്കി.